ഇന്ന് സി പി ഐക്ക് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമാണ്. അവരുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം നിഷ്കരണം സി പി എം തള്ളുകയാണ്. അതായത് നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് തരണമെന്ന നിരന്തരമായിട്ടുള്ള സി പി ഐയുടെ ആവശ്യം കനത്ത പുച്ഛത്തോടെയാണ് സി പി എം അവഗണിച്ചത്. ഇന്നലെ എം വി ഗോവിന്ദൻ മാഷ് നൽകിയ വാർത്താ സമ്മേളനത്തിലും ഈ ഒരു നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. നിയമസഭാ സമ്മേളനം തുടങ്ങി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വലതുകൈയായിട്ട് നിയമസഭയിൽ സംസാരിച്ചത് അല്ലെങ്കിൽ സർക്കാരിനെതിരെ സംസാരിച്ചത് കെ എൻ ബാലഗോപാലാണ്. എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഇത്ര ചിറ്റമ്മ നയം? അല്ല, അത് ചിറ്റമ്മ നയം എന്ന് പറയുന്നതിനേക്കാൾ കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, സി പി ഐയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും സി പി എമ്മിനെ ചാരി നിന്ന് അവരുടെ ആ സി പി എമ്മിൻ്റെ ശക്തിയിൽ ഭരണത്തിലേറുക, ഭരണത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുക, അതുപോലെ തന്നെ എം എൽ എമാരെ ജയിപ്പിക്കുക, ജില്ലാ പഞ്ചായത്ത് അത് താഴെ പഞ്ചായത്ത് ഘടകം വരെ എല്ലാം സി പി എമ്മിനൊപ്പം ചേർന്ന് നിന്ന് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ. ഇപ്പൊ തന്നെ ഉന്നയിച്ച പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആഗ്രഹമാണോ അത്യാഗ്രഹമാണോ എന്നും കൂടെ നമ്മൾ കണക്കുകൾ കൂടി വെച്ച് പരിശോധിക്കാം. കാരണം എൽ ഡി എഫിൽ 35 സീറ്റുകളാണ് ജയിച്ചു വന്നത്, 35 എം എൽ എമാരുള്ളത്. അതിൽ 26 എം എൽ എമാരും സി പി എമ്മിൻ്റെയാണ്. 8 പേരാണ് സി പി ഐയിൽ നിന്ന് ജയിച്ചത്, എൽ ജെ ഡിയിൽ നിന്ന് ആർ ജെ നിന്ന് ഒരാളും ജയിച്ചു. അങ്ങനെയാണ് 35 പേരുള്ളത്. ബാക്കി ഘടകകക്ഷികളെല്ലാം തോറ്റു വീട്ടിയിരിക്കുകയാണ്. സി പി ഐയുടെ 8 സീറ്റുകൾ മാത്രമുള്ള സി പി ഐ ആണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് തൊട്ടു മുമ്പേ ഉള്ള എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്ന കാലം നോക്കിക്കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിരുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. അതാണ് കീഴ്വഴക്കം എൽ ഡി എഫ് കാലാകാലങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടു. എൽ ഡി എഫ് തോറ്റപ്പോൾ അതിനൊപ്പം സി പി ഐയും തോറ്റു മൂലക്കിരുന്നു. അപ്പോൾ അവിടെ തന്നെ മുന്നണിയിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ദുർബലനാണ് എന്നുള്ളൊരു അഭിപ്രായം വളരെ രീതിയിൽ സജീവമായി ഉയരുന്നുണ്ട്. ആ അഭിപ്രായത്തെ നേരിടുന്നതിന് വേണ്ടി സി പി ഐ ഇറക്കുന്ന ഒരു കാർഡാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം, അതിനുവേണ്ടി ശക്തമായി വാദിക്കുന്നു, സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. കാരണം ഇത്രയും നാളും ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് 69 സീറ്റ് വരെ ജയിച്ച് സി പി എം എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നത് വരെ നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അന്ന് പോലും ഉന്നയിക്കാത്ത ആവശ്യമാണ് ഇന്ന് ഉന്നയിക്കുന്നത്. ഈ ആവശ്യം സി പി എം ഒരു കാലത്തും പരിഗണിക്കില്ല എന്ന് 100% ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം സി പി എം അതിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നു, പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തിരഞ്ഞെടുത്തു. തൊട്ടടുത്ത കസേരയിൽ കെ എൻ ബാലഗോപാലിനെ ഇരുത്തി. സെക്രട്ടറിയായി സി പി എമ്മിന്റെ പാർലമെന്ററി സെക്രട്ടറിയായി സജി ചെറിയാനെ തീരുമാനിച്ചു. വിപ്പായി മുഹമ്മദ് റിയാസിനെയും തീരുമാനിച്ച് സി പി എം കൃത്യമായ പ്ലാനിങ്ങോടെ പ്രതിപക്ഷത്തെ എങ്ങനെ ക്രിയാത്മകമായി ഇരിക്കാം എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ സി പി ഐ ഉന്നയിക്കുന്ന എതിർപ്പ് കൊണ്ട് സി പി ഐയുടെ 8 എം എൽ എമാരും ഒരു ആർ ജെ ഡി എം എൽ എയും കൂടി സി പി എമ്മിനൊപ്പം ഇരുന്നുള്ള ഒരു യോഗം നടത്താൻ കഴിഞ്ഞില്ല എന്ന സാങ്കേതികമായ പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം സി പി എം അല്ലാതെ കൃത്യമായി എല്ലാ വിഷയങ്ങളും ഇടപെടുന്നുണ്ട്. സി പി എമ്മിന്റെ നിയമസഭയിലെ പെർഫോമൻസ് നോക്കിയാൽ മതി. ആദ്യ ദിവസം വിലവർദ്ധനവ് എന്ന് പറയുന്ന ജനകീയമായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം ഉന്നയിച്ച് അവർ പ്രതിപക്ഷത്ത് കൃത്യമായി പ്രതിപക്ഷത്തിന്റെ റോള് നിർവഹിച്ചു. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ കിട്ടുന്ന സാഹചര്യത്തെ എല്ലാം കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ കെ എൻ ബാലഗോപാൽ ആവർത്തിച്ച് പറഞ്ഞ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വാക്ക് പാലിക്കൂ എന്ന് പറഞ്ഞ് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കി. ഇപ്പൊ നടന്ന ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ് എന്തായിരുന്നു? സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ഭരണമാറ്റത്തിന് പിന്നാലെ ഉണ്ടായ സ്ഥലം മാറ്റം. അത് സർക്കാർ ജീവനക്കാരിലെ ഭൂരിഭാഗം പേരും ഇടത് സംഘടനയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെ ആവശ്യമാണ്. അത് സി പി എം കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ സി പി ഐയുടെ ആവശ്യത്തെ സി പി എം അത്രമേൽ പുച്ഛത്തോടെയാണ് തള്ളുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കാനിരിക്കുക തന്നെ ഇന്നലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഉപനേതൃസ്ഥാനം ഒന്നും നൽകാൻ പോകുന്നില്ല എന്ന് വ്യക്തമായ സന്ദേശം പറഞ്ഞത്. ഈ പാർലമെന്ററി മീറ്റിംഗിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ബിനോയ് വിശ്വം തറപ്പിച്ചൊന്നും പറയാതെ ഈ വരികൾക്കിടയിൽ വായിച്ചു പോകുന്ന ഒരു പ്രതികരണമാണ് നടത്തിയത്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നത് സി പി എം അല്ല എന്നുള്ളത്. അതായത് ഇടതെന്നാൽ സി പി എം അല്ല, ജനാധിപത്യം എന്നാൽ സി പി എം അല്ല, മുന്നണി എന്നാൽ സി പി എം അല്ല. അതായത് പറയാതെ പറയുകയാണ് സി പി എമ്മിനോടുള്ള ഒരു ഉദ്ദേശം. എന്തുകൊണ്ടാണ് ഈ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നത്? അതായത് ഇനി പരസ്യമാക്കാലോ, എന്തായാലും സ്ഥാനം കിട്ടില്ലെന്ന് ഉറപ്പായി. ഇനി സി പി എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നാലും വേറൊന്നും നഷ്ടപ്പെടാനില്ല. അല്ല, തോറ്റുപോയിരിക്കാം, ഇപ്പോഴാണ് തോറ്റുപോയിരിക്കാം. പക്ഷേ സി പി എമ്മിനെ പരസ്യമായി വിമർശിക്കാനുള്ള ധൈര്യം ഇപ്പോഴും ബിനോയ് വിശ്വത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തന്നില്ല,
അത് തരില്ല എന്ന് CPM പറഞ്ഞു. അത് ഏകപക്ഷീയമായ തീരുമാനമാണ്, ഇത് CPI അംഗീകരിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം പറയാത്തത്? കാരണം അങ്ങനെ പറയാനുള്ള ശേഷി ബിനോയ് വിശ്വത്തിനില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇനി CPM അഭിപ്രായം പറയട്ടെ. CPM വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം നിങ്ങൾക്ക് തരുന്നില്ല, CPIക്ക് കൊടുക്കില്ല എന്ന്. അതിനുശേഷമാണല്ലോ ഇന്ന് ഉഭയകക്ഷി ചർച്ച എന്ന് പറഞ്ഞ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തി ഈ തീരുമാനം പറയുന്നത്. ഇതാണ് CPMന്റെ തീരുമാനം. ഈ തീരുമാനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ തീരുമാനം തെറ്റാണ്, ഈ തീരുമാനം ശരിയല്ല, CPIയെ കൂടെ പരിഗണിക്കണം എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാതെ CPM പറയട്ടെ, ഞങ്ങൾ പറയാനുള്ള ഇതെല്ലാം പോയി മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് CPMന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. എല്ലാ കാലത്തും ഇത് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CPM സ്വന്തം രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്ത് ഇവിടെ മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തവണ ഒരു സീറ്റും CPIയുടെ സീറ്റ് CPM ഒരു പാർട്ടിയുടെയും സീറ്റ് ഏറ്റെടുത്തിട്ടില്ല. കൃത്യമായി അവരുടെ പോക്കറ്റിൽ നിന്ന് കൂടി കൊടുത്താണ് ഈ മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അതേ ബാധ്യത CPIക്കും ഉണ്ട്. CPI ഇപ്പോ തോറ്റു 8 MLA മാത്രമായപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ച് പ്രതിപക്ഷത്ത് ഒരുമിച്ചിരുന്ന് ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട സമയത്ത് ഒരു അസ്വാരസ്യമാണ് ഉണ്ടാക്കേണ്ടത്. ഈ അസ്വാരസ്യം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമായി കീഴ്വഴക്കമായി ഇങ്ങനെ പാലിച്ചു പോകുന്നു. എല്ലാ കാലത്തും മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ സ്ഥാനത്തിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഒരു പുതിയ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പുതിയ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത്രത്തോളം ശക്തി നമുക്കുണ്ടോ എന്നുകൂടി CPI ചിന്തിക്കണം. അതായത് താൻ ആഗ്രഹിക്കുന്നതിന് താൻ അർഹരാണോ എന്ന് അവർ ആലോചിക്കണമെന്നുള്ള അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ 8 MLA മാത്രമാണുള്ളത്. ഇനി ഈ 8 MLA CPM UDF-നൊപ്പം പോയാലും CPM അതിനൊരു വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI ഒപ്പം നിൽക്കുന്നത് കൊണ്ട് CPM ജയിക്കുന്ന മണ്ഡലങ്ങൾ എത്രത്തോളം ഉണ്ടാവും? അല്ല, CPMന്റെ സപ്പോർട്ട് ഇല്ലാതെ CPI ഒരു മണ്ഡലത്തിനും ജയിക്കില്ല. അതുപോലെ തിരിച്ചങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ CPI ഒരു വലിയ കക്ഷിയായി കരുതുന്നില്ല. അതുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസിന് കൊടുക്കുന്ന പ്രാധാന്യം പലപ്പോഴും CPIക്ക് കൊടുക്കാത്തത്. ഇപ്പോ നിയമസഭയിൽ ഇല്ലെങ്കിൽ പോലും കേരള കോൺഗ്രസ് എമ്മിനെയാണ് ഇവർ രണ്ടാം കക്ഷിയായിട്ട് ഇപ്പോൾ പരിഗണിക്കുന്നത്. രണ്ടാം കക്ഷിയായി പരിഗണിക്കുന്നു എന്നുള്ളതല്ല. ചിലപ്പോൾ മുന്നണി സംവിധാനം അനുസരിച്ച് CPM കഴിഞ്ഞാൽ രണ്ടാം കക്ഷി CPM തന്നെ ആയിരിക്കാം. പക്ഷേ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് ഒരു പാർട്ടിയുടെ ചെയർമാന് കൊടുത്ത് ഒരു പാർട്ടിയെ LDF തന്നെ ഉറപ്പിച്ചു നിർത്തിയത് കേരള കോൺഗ്രസിനെയാണ്. അതാണ് CPM കേരള കോൺഗ്രസിന് നൽകുന്ന പരിഗണന. കാരണം ക്രൈസ്തവ കുടിയേറ്റ മേഖലകളിലെ കേരള കോൺഗ്രസിന്റെ വോട്ട് കണ്ണുവെച്ചാണ് CPMന്റെ നീക്കം. 2021 അത് വലിയ രീതിയിൽ വിജയം കണ്ടാണ്. 2026 ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ തോറ്റുപോയിട്ടുണ്ടാവും. പക്ഷേ 2021 അത് വിജയം കണ്ടിട്ടുണ്ട്. കാരണം കോട്ടയം മേഖലകളിലും പല മേഖലകൾ CPMന് ജയിക്കാൻ പറ്റാത്ത പല മണ്ഡലങ്ങളും CPM ജയിച്ചത് കേരള കോൺഗ്രസിന്റെ ഇതുകൊണ്ടാണ്. CPIക്ക് അതുപോലെ സ്വാധീനം ഉണ്ടാക്കി എത്ര സീറ്റ് CPMനോ അല്ലെങ്കിൽ ഇടതു മുന്നണിക്കോ കൊടുക്കാൻ കഴിയും. അതിലാണ് ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അവകാശവാദങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യമാണ്. കാരണം ഈ കർമ്മ എന്നുള്ള സംഭവം, അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള ഒരു ചൊല്ല് നമ്മൾക്കിടയിലുണ്ട്. ഇപ്പോൾ ഈ ബിനോയ് വിശ്വത്തിന് കിട്ടുന്ന തുടർച്ചയായ തിരിച്ചടികൾ, അതായത് പാർട്ടി സഖാക്കളിൽ നിന്നുള്ള ഒരു തിരിച്ചടി, അല്ലെങ്കിൽ മുന്നണിയായ CPMൽ നിന്നുള്ള മുന്നണി, അതായത് ഇദ്ദേഹം ചെയ്തു വെച്ച കർമ്മങ്ങൾക്ക് ഉള്ള എല്ലാ ഒരു പ്രതിഫലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മുതിർന്ന നേതാവായ K. ഇസ്മായിൽ അദ്ദേഹത്തെ ഒതുക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന് കളിച്ച ഒരാളാണ് ഈ ബിനോയ് വിശ്വം. അതുമാത്രമല്ല, ഈ പാർട്ടിയിൽ നിന്ന് പോകുന്ന പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ CPM തങ്ങളുടെ ബലത്തിനുണ്ട് എന്നുള്ളൊരു ബലത്തിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ബിനോയ് വിശ്വം. ഒന്നും വ്യക്തമായി മുന്നോട്ട് പറയാതെ എല്ലാവരെയും അവഗണിച്ച് തൻ്റെ ഇഷ്ടത്തിന് ഈ പാർട്ടിയെ കൊണ്ടുപോയി ഈ പാർട്ടിയെ നശിപ്പിച്ച ഒരാളാണ് ബിനോയ് വിശ്വം. എനിക്ക് ഈ ഒരു CPI ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഉള്ള ഒരു ബന്ധം വെച്ച് ആണ് എൻ്റെ ഈ ഒരു വിലയിരുത്തൽ. കാരണം അദ്ദേഹം ചെയ്തതിനെല്ലാമാണ് ഇപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നത്. അല്ല, ഈ CPMയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണത്തിനുള്ള പാർട്ടിയെ നയിക്കാനാണ്, ഭരണത്തിലിരിക്കുന്ന, അതായത് ഭരണത്തിന്റെ എല്ലാ അധികാരങ്ങളും സുഖ സൗകര്യങ്ങളും ഇരിക്കുന്ന ഒരു പാർട്ടിയെ നയിക്കാനായി നിയോഗിക്കപ്പെട്ട ഒരാളാണ് ബിനോയ് വിശ്വം. അത് CPIയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സെക്രട്ടറി മരിച്ചപ്പോൾ ഇന്ന ആൾക്ക് വേണ്ടി വില്ലെഴുതി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ബിനോയ് വിശ്വം ഈ പോസ്റ്റിലേക്ക് വരുന്നത്. നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ കാനൻ രാജേന്ദ്രൻ ആദ്യകാലങ്ങളിൽ CPMന് ഒരു തിരുത്തൽ ശക്തി പോലെ CPI സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ? പിന്നീട് പിണറായിയെ പൂർണ്ണമായും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ശൈലി തന്നെയായിരുന്നു കാനൻ രാജേന്ദ്രനും ഉണ്ടായിരുന്നത്. അതിനുശേഷം ബിനോയ് വിശ്വത്തിലേക്ക് എത്തിയപ്പോൾ പൂർണ്ണമായും CPMന് കീഴടങ്ങുന്നു. കാരണം അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും CPMന് ചേർന്ന് നിന്ന് അനുഭവിക്കുകയാണ് CPI. അത് മാത്രമല്ല വൈക്കം എന്നുള്ള ഒരു CPIയുടെ മണ്ണ്, ചുവന്ന മണ്ണ്, ആ ചുവന്ന മണ്ണിന്റെ ആ ഒരു വൈക്കം MLA
MLA സ്ഥാനം അത് കോൺഗ്രസ് പിടിച്ചടക്കിയിരിക്കുകയാണ്. CPIക്ക് ആ ഒരു വൈക്കത്തിന്റെ മണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാത്തിനും കാരണം ആ ഒരു മണ്ണിൽ തന്നെ ജീവിച്ച് വളർന്ന ഈ ബിനോയ് വിശ്വം എന്ന സീനിയർ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്കാണ്. മുഴുവൻ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് മാത്രമാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയെ സംഘടനാപരമായി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നയിക്കുന്നതിന് പകരം തൻ്റെതായ ആൾക്കാരെ മാത്രം പല സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്ത് പാർട്ടിയെ മൊത്തം ഹൈജാക്ക് ചെയ്ത് ഒപ്പം നിർത്താനാണ് ബിനോയ് വിശ്വം ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പല മുതിർന്ന നേതാക്കളെയും സംസ്ഥാന സമിതിയിൽ നിന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്നും എല്ലാം ഒഴിവാക്കി നിർത്തി. അതിന്റെ ബലം തന്നെയാണ് CPM അത് ആ സമയത്ത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. കാരണം CPI ഇത്രത്തോളം ദുർബലമായി പോകുന്നതിനോട് CPM വലിയ ആകുലതയൊന്നുമില്ല. അത് മാത്രമല്ല, ഇപ്പൊ വൈക്കത്ത് തന്നെ ഒരുപാട് പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് പാർട്ടി വിട്ട് BJPയിലേക്ക് പോവുകയുണ്ടായി. ഇലക്ഷൻ കറക്റ്റ് തിരഞ്ഞെടുപ്പിന് തലേ ദിവസമാണ് അവിടെ ആ പാർട്ടി ഓഫീസിന് മുന്നിൽ ഒരു വയോധികൻ, ഒരു കർഷകൻ, മക്കൻ ചെല്ലപ്പൻ എന്ന കർഷകൻ തൂങ്ങി മരിക്കുന്നത്. ഇതെല്ലാം CPIക്ക് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായിട്ടും ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഈ പാർട്ടിയെ ഊർജ്ജപ്പെടുത്താനുള്ള യാതൊരുവിധ സംവിധാനം അദ്ദേഹം ചെയ്തിട്ടില്ല. അതാ കാരണം അത്രത്തോളം ദുർബലനായ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് CPI നയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പറയുന്ന ഈ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് മുതിർന്ന നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു പാർട്ടി സംവിധാനത്തെ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലേക്ക് ബിനോയ് വിശ്വം പരാജയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ മന്ത്രിസഭയിൽ CPI കൂടി 4 മന്ത്രിമാരിരിക്കുന്ന ഒരു മന്ത്രിസഭാ യോഗത്തിൽ പോലും അറിയിക്കാതെ PM ശ്രീ പോലെ ഒരു നിർണായക പദ്ധതി CPM-ഉം പിണറായി വിജയനും ഒറ്റയ്ക്ക് തീരുമാനിച്ച് പോയി ഒപ്പിട്ട് അത് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോൾ മാത്രം CPI അറിയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ പാർട്ടി അത്രത്തോളം ദുർബലമാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത്രത്തോളം ദുർബലനാണ്. അതുകൊണ്ട് തന്നെയാണ് CPM ഇത്രത്തോളം പുച്ഛത്തോടെ തള്ളിക്കളയുന്നത്. ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പാർട്ടിയിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം, പലരും വിഭാഗീയതയിൽ മാറി നിൽക്കാം. ഇതിനെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം മാറി നിൽക്കുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കി അവിടെയെല്ലാം തൻ്റെ ആൾക്കാരെ പ്ലേസ് ചെയ്ത് ഈ ഒരു പാർട്ടിയെ തൻ്റെ കയ്യിൽ ഇരുത്തുക, തൻ്റെ കയ്യിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംവിധാനമാക്കി വളർത്തി. നമ്മളിപ്പോൾ നോക്കിയേ, CPI മാത്രമല്ല, CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പേരിന് പോലും ഇല്ലല്ലോ. കലാലയങ്ങളിലോ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനോ ASFO AUFO ഉണ്ടോ? കാരണം അത്രത്തോളം പേടിച്ചൊതുങ്ങി മാറി നിൽക്കുകയാണ്. ഇപ്പൊ ഒരു തങ്ങളുടെ സഹസംഘടന എന്നുള്ള ഒരു മര്യാദ പോലും ഇല്ലാതെ SFI DYFI അടിച്ചമർത്തിയിട്ടുണ്ട്. ഇതെല്ലാം തല്ലുവാങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുകയാണ് ഈ ഒരു യുവജന സംഘടന. അല്ല, അത് കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പാർട്ടി യുവജന വിദ്യാർത്ഥി സംഘടനകൾ ആക്രമിക്കപ്പെടുന്നു? അത് മുന്നണിയിൽ തന്നെയുള്ള SFI ആണ് ആക്രമിക്കുന്നത്. ആ പാർട്ടിക്കെതിരെ എത്ര കടുത്തമായ രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം ഉന്നയിക്കാനോ അവരെ തിരുത്തിക്കണം എന്ന് CPM-നോട് പറയാനോ ശേഷിയില്ല സംസ്ഥാന സെക്രട്ടറിക്ക്. ആ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ സംഘടനകളുടെ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം ഉയർന്ന വിമർശനം എന്താണ്? നമ്മൾ നോക്കൂ, ഇപ്പൊ CPIയുടെ പാർട്ടി സമ്മേളനം കഴിഞ്ഞു. ഈ ബ്രാഞ്ച് തലം മുതൽ ജില്ലാ തലം വരെ സംസ്ഥാന സെക്രട്ടറിയെ ഇരുത്തിയും ഇരുത്താതെയും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. അതിനുശേഷം ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരട്ടെ എന്നൊരു തീരുമാനം കൂടി എടുത്ത് മുന്നോട്ട് വന്നു. കാരണം അത്രത്തോളം തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ചേർത്ത് നിർത്തി ഒരു സംവിധാനം ബിനോയ് വിശ്വം ഉണ്ടാക്കിയതുകൊണ്ടാണ്. പക്ഷെ ഈ നിലനിൽപ്പിലൂടെ മുന്നോട്ട് പോയാൽ CPIക്ക് എന്താ ബാധി? CPI ഇപ്പൊ പറയുന്നത് കോൺഗ്രസിനൊപ്പം പോകുമെന്നാണോ? അത് ആ ഭീഷണി CPM വകവയ്ക്കുമെന്നാണോ? ആ CPM ഒരിക്കലും വകവയ്ക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതുകൊണ്ടാണല്ലോ ഇന്ന് ഉഭയകക്ഷി ചർച്ച വെച്ചതിന് ശേഷം ഇന്നലെ തന്നെ പറഞ്ഞത് ഈ സ്ഥാനം കൊടുക്കില്ല എന്ന്. കാരണം അതാണ് CPM തീരുമാനം. CPM തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതിനൊപ്പം ഒന്നുകിൽ CPIക്ക് ഇതിനൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ പോവാം. അത് തന്നെയാണ് നിലപാട്. കാരണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ കഴിഞ്ഞ ഭരണത്തിൽ ഇരുന്നപ്പോഴും CPM എന്താണ് ചെയ്തത്? ഒരു ADGPക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ് CPI ആവശ്യപ്പെട്ടിട്ട് CPM-ഓ പിണറായി വിജയനോ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഈ ആവശ്യം പറഞ്ഞ AK സെന്റർ കയറി ഇറങ്ങുമായിരുന്നു എന്ന ഒരു പേരിനെങ്കിലും ഒരു നടപടി എടുക്കാൻ. ഇതാണ് CPIക്ക് കൊടുക്കുന്ന വില CPM. ഇപ്പൊ ഈ കിടന്ന് കാണിക്കുന്നത് പാർട്ടി സെക്രട്ടറി ദുർബലനല്ല എന്ന് CPIക്കകത്ത് തന്നെ ഒരു അഭിപ്രായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. പക്ഷെ അത് CPM മുളയിലെ നുള്ളിക്കഴിഞ്ഞു. കാരണം ഞങ്ങൾ ഇതാണ് തീരുമാനം. ആ സീറ്റിനകത്ത് ഇരിക്കുന്നത് KN ബാലഗോപാലാണ്. പ്രതിപക്ഷ ഉപനേതാവ് കാലാകാലങ്ങളായി ഇരിക്കുന്ന ആ സീറ്റിൽ KN ബാലഗോപാൽ ഇരിക്കുന്നു. കൃത്യമായ സഭാ നടപടികൾ പങ്കെടുക്കുന്നു. ഇനി ഇതിലെന്ത് കാണിക്കാനാണ്?